മൈക്രോ നീഡ്ലിംഗ് ട്രീറ്റ്മെന്റ് കോസ്മെറ്റോളജി പ്രൊസീജിയേഴ്സിൽ വളരെ പോപ്പുലർ ആയിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് മൈക്രോ നീഡ്ലിംഗ്. അപ്പൊ പലർക്കും ഒരുപാട് പേടിയൊക്കെയാണ് ഈ മൈക്രോ നീഡ്ലിംഗ് എന്ന് കേൾക്കുമ്പോഴേ. എൻ്റെ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഡോക്ടർ ഭയങ്കര പെയിൻ ആയിരിക്കുമോ, മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വൃത്തികേടാവില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇത് ശരിക്കും മിനിമൽ ആയിട്ട് ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് മൈക്രോ നീഡ്ലിംഗ്. സാധാരണഗതിയിൽ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നീഡിൽസ് അല്ലെങ്കിൽ ഡെർമ പെൻസ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ കൂടുതലും മൈക്രോ നീഡ്ലിംഗ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ അതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ഫോംസ് ഒക്കെ ഉണ്ട് നീഡ്ലിംഗ് പ്രൊസീജിയർ തന്നെ. അപ്പം ഇവിടെ ശരിക്കും നമ്മൾ സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നാച്ചുറൽ ആയിട്ട് ഹീൽ ആവാനുള്ളൊരു പ്രൊസീജിയറാണ്. നാച്ചുറൽ ആയിട്ട് തന്നെ കൊളാജൻ ഫോം ആയി ആ മുറിവ് ഹീൽ ആവുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം എന്ത് പർപ്പസിനാണോ നമ്മൾ ചെയ്യുന്നത്, അവിടെ നമ്മൾ ചെറിയ ചെറിയ പങ്ക്ചറിങ് കൊടുക്കുമ്പോൾ അവിടെ കൊളാജനും ഇലാസ്റ്റിനും സ്റ്റിമുലേറ്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് ആ സ്കിന്നിനെ ഒരു എക്സ്ട്രാ ലെയർ, ഒരു മെയിൻ ലെയർ വന്ന് കവർ ചെയ്ത് ആ സ്കിന്ന് ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഏതൊക്കെ കണ്ടീഷൻസിൽ ചെയ്യാം എന്നൊരു സംശയവും എല്ലാവർക്കും ഉണ്ട്. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആക്നെ സ്കാറിനാണ്, മുഖത്തെ ചുളിവുകൾക്ക് ചെയ്യും, സ്ട്രെച്ച് മാർക്സിന് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മുഖത്ത് ഇങ്ങനെ വലിയ വലിയ കുരുക്കളൊക്കെ വന്നു പോയതിനു ശേഷമുള്ള വലിയ വലിയ കുഴികൾ, അതിനൊക്കെ ചെയ്യും. പിന്നെ അൺഈവൻ ടോൺ, ശരിയായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ചെയ്യും. അതായത് മുഖത്ത് ചിലപ്പം ചില ആൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈവൻ ടോൺ ആയിരിക്കത്തില്ല സ്കിന്നിന്റെ മുഖത്ത്, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെയ്യും. പിന്നെ നമ്മൾ മുടിയിലും ചെയ്യും ഈ ഒരു പ്രൊസീജിയർ, ഹെയർ ലോസിനൊക്കെ. പിന്നെ സ്ട്രെച്ച് മാർക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിലൊക്കെ, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാറുണ്ട്. ഈ ഇത് ചെയ്യാൻ പാടില്ലാത്ത ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ ആക്നെ സ്കാർ ഞാൻ പറഞ്ഞു, പക്ഷെ ആക്നയുടെ തന്നെ ആക്റ്റീവ് ആക്നെ ഉള്ള സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഈ സ്കാറിനെ മാനേജ് ചെയ്യാനായിട്ട് പോകരുത്. അതുകൂടാതെ തന്നെ നിങ്ങൾ ക്യാൻസറിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രക്തസംബന്ധമായ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിനോട് ഇൻഫർമേഷൻ പാസ് ചെയ്യണം. ഇനി ഇത് കൂടാതെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള സ്കിൻ കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോറിയാസിസ് അല്ലെങ്കിൽ എക്സിമ, അങ്ങനത്തെ എന്തെങ്കിലും രോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊസീജിയറിനെ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രൊസീജിയർ പോകുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർക്ക് നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കേണ്ടതാണ്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ബെനിഫിറ്റ് ആണ് വരുന്നത്? ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ പൊതുവെ ആക്നെ സ്കാർ ഉള്ളവർക്ക് സ്കാർസ് നല്ലതായിട്ട് കുറയുകയും മുഖത്ത് കുഴികൾ പോലെ കാണുന്ന ആ തരത്തിലുള്ള സ്കാർസ് ഒക്കെ നല്ല രീതിയിൽ മിനിമൈസ് ആയിട്ട് നല്ല രീതിയിൽ മുഖം ക്ലിയർ ആവുകയും നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടുകയും ചെയ്യും. അതുപോലെ റിങ്കിൾസ്, അൺഈവൻ ടോണൊക്കെ ഉള്ളവർക്ക് മുഖത്ത് നല്ല രീതിയിൽ ആ റിങ്കിൾസ് കുറയുകയും മുഖം നല്ല ബ്രൈറ്റും ഒരു ഹെൽത്തി ലുക്കിൽ ഇരിക്കുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊസീജിയർ ഒരു ഡോക്ടറുടെ, അതായത് ഒരു കോസ്മെറ്റോളജിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് ഫിസിഷ്യന്റെയോ ഗൈഡൻസിൽ മാത്രമേ നിങ്ങൾ ഈ പ്രൊസീജിയറിലേക്ക് പോകാവൂ. അല്ലാതെ ജസ്റ്റ് വായിച്ച് ഉള്ള അറിവിലൂടെ ഒന്നും തനിയെ ഒരിക്കലും ചെയ്യാനായിട്ട് ശ്രമിക്കരുത്.